ഹായ് ഗൈസ്, ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നമ്മൾ സത്യം പറഞ്ഞാൽ ഫോഴ്സ്ഡ് ആണ്. ഫോഴ്സ്ഡ് ആയി പോയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് അരിയുടെ ഫോഴ്സ് നമ്മൾ ചെയ്യേണ്ടി വന്നു. സംഭവം ഈ ടോപ്പിക്കിന്റെ കാരണം നമുക്ക് ആക്ച്വലി അത് സംസാരിക്കാനോ അതിനെക്കുറിച്ച് പറയാനുള്ള താല്പര്യമില്ല. പക്ഷെ ഈ ഒരു വിഷയം കാരണം ഉണ്ടായ എത്തിക്സ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ എത്തിക്സ് എങ്ങനെയാണ്? എത്തിക്സ് ഉണ്ടോ? അതെ, എത്തിക്സ് ഇല്ലയോ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്? അതോ പണ്ട് നമ്മൾ നിയന്ത്രിച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ടോ? എന്ന് വെച്ചാൽ ഒരു പ്രൈവസിയുടെ ഒരു കാര്യം ഉണ്ടല്ലോ, ഒരു മൊറാൽ ഉണ്ടായിരുന്നല്ലോ. അതായത് ഇപ്പം സുഹൃത്തുക്കളാണെങ്കിലും എന്താണെങ്കിലും, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പോലും നമുക്കൊരു മാന്യത ഉണ്ടല്ലോ. അവര് ഒരു പേഴ്സണൽ മാറ്റർ ആണ്, പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാതിരിക്കുക, പിന്നെ പേഴ്സണൽ കാര്യങ്ങളെ വലിച്ച് ഇട്ട് അതിലൊരു കണ്ടന്റ് ആക്കാതിരിക്കുക. ഈ കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനം സോഷ്യൽ മീഡിയയും കൂടെ വന്നതിന് ശേഷം ഉണ്ടായതാണല്ലോ. പണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാര്യം വളരെ പരിതാപകരവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര പരിതാപകരമാണ്. അവസ്ഥ ഭയങ്കര പരിതാപകരവും പത്തറ്റിക്കാ, പറയാതിരിക്കാൻ വയ്യ. കാരണം അവര് എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞ ഒരു വിഷയം ഉണ്ടല്ലോ, ടോപ്പിക്കിന്റെ എന്തും വിഷയമാക്കാന്നുള്ള ഒരു രീതിയിലോട്ട് പോയി. എന്നാലും പരിതാപകരമാണ്. കാരണം ഈ ഒരു വിഷയം തന്നെ ഒരു എന്താ പറഞ്ഞേ, അതൊരു ആൾക്കാർക്ക് ഈ ഒരു വിഷയം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ഉള്ള വിഷയമാണ്. നമ്മുടെ മസാല പെട്ടെന്ന് ഓടാൻ പറ്റിയ വിഷയമാണ്. മസാല ആൾക്കാർക്ക് ബാക്കിയുള്ളവരുടെ കാര്യം കാണാനും ബാക്കിയുള്ളവരുടെ ജീവിതം, പേഴ്സണൽ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആഗ്രഹമൊക്കെ, അറിയാൻ താല്പര്യമുള്ള ബഹുഭൂരിപക്ഷം വ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. താല്പര്യമുണ്ട്, പക്ഷെ അതും മുതലാക്കി അതിനൊരു എത്തിക്സോ എമ്പതിയോ ഇല്ലാതെ മൊത്തത്തില് വലിച്ചങ്ങ് ഇടുകയാണ് ഈ റിയാക്ഷൻ വീഡിയോ. പെട്ടെന്ന് ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ അതിന്റെ അത്രയും ടൈം അവർ കളയുന്നില്ല. ചൂടോടുകൂടി ചുട്ടപ്പം പോലെ, ചൂടപ്പം പുല്ല് അങ്ങനെ ചൂടപ്പം പോലെ അങ്ങ് വിതരണം ചെയ്യാണ്. നമ്മള് മറ്റേ പത്രത്തില് പണ്ട് പത്രമൊക്കെ സിനിമയൊക്കെ ഹോട്ട് ന്യൂസ്, ഉച്ചയ്ക്ക് ഫ്ലാഷ് ന്യൂസ് പോലെ അങ്ങ് വിതരണം ചെയ്യാണ്. അവർക്ക് എത്തിക്സ് ഇല്ല, എമ്പതി ഇല്ല. പിന്നെ ബാക്കി അവര് അനുഭവിക്കുന്ന രണ്ടുപേരുടെയും പ്രൈവസിയോ അവർ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന ഇതിനെ പറ്റിയോ, ഇതെന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഇപ്പൊ നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും അതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവും. ആ ഒരു സാധനം ഇപ്പൊ ഇതൊരു പ്രൈവറ്റ് മാറ്റർ ആണ്, അങ്ങനത്തെ രീതി തന്നെ അത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ചർച്ച ചിലപ്പോൾ എവിടെയെങ്കിലും നടക്കുമായിരിക്കും. പക്ഷെ നമ്മളത് പബ്ലിക്കലി എടുത്തു വെച്ച് അവിടെ ഒരു ചർച്ചയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി കൊടുക്കാതിരിക്കുന്നതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. നമ്മള് ഇവിടെ ജഡ്ജൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് റീല്. അത് ഒരു കോമഡി മാറ്റർ എന്നുള്ള രീതിക്കാണ്, അന്നൊരു തമാശ എന്നുള്ള രീതിക്ക് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ഇപ്പൊ ഇതിലുണ്ടായ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് കാണുമ്പോഴും അവര് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയുന്നത്. മറ്റേ തമാശ മറ്റേ ആ ഒരു സർക്കാസ്റ്റിക്കോ അല്ലെങ്കിൽ ആ ഒരു കോമഡി ലെവലിലോ ഒന്നും സംഭവമൊന്നും അല്ല. ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ, അഫക്റ്റഡ് ആവും നമ്മള് മൊത്തത്തില്, നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ മൊത്തത്തില്. ഇപ്പൊ ആ സിറ്റുവേഷൻ ഉള്ള ഒരാളാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇതും കൂടെ കാണുമ്പോൾ ഭയങ്കര വിഷമം. അത് എസ്പെഷ്യലി സീക്രട്ട് ഏജന്റിന്റെ സാധനം. അത് കാരണം പുള്ളി തന്നെ പറയുന്നുണ്ട്, പുള്ളി കൂട്ടുകാരനാണ്, പുള്ളി കല്യാണത്തിന് പോയിട്ടുണ്ട്, പുള്ളി ഇതാണ് ഇഷ്യൂ അറിഞ്ഞപ്പോ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. സംസാരിച്ചു പിന്നെ എല്ലാരുമായിട്ടും കൂട്ടുകാരനാണ് അല്ല. പക്ഷെ എന്നിട്ട് പറയണത് മറ്റേ പക്ഷെ ഞാനിത് കണ്ടന്റ് ആക്കാൻ ഫോഴ്സ്ഡ് ആയി പോയി. അത് ഇതെന്ന് പറഞ്ഞ് 9 to 5 ജോബ് അല്ല, നമ്മള് ബ്യൂറോക്രാറ്റ് അല്ല. നമുക്ക് വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടാതിരിക്കും. നമ്മളാണല്ലോ ഇതിന്റെ ഓൾ ഇൻ ഓൾ. അതെ, അത് പുള്ളി ഫോഴ്സ്ഡ് ആയി പോയി എന്നൊക്കെ പറയും. എനിക്ക് കണ്ടന്റ് ഇടാൻ പറ്റൂല, ഇതൊരു ടഫ് ടോപ്പിക്കാണ്, പക്ഷെ കണ്ടന്റ് ഇടാതിരിക്കാനും പറ്റൂല. ഫോഴ്സ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ആരാ ഇവിടെ ഫോഴ്സ് ചെയ്യണ? US അല്ലേ ഫോഴ്സ്? പിന്നെ ഇത് അത്ഭുതപ്പെടേണ്ടയില്ല, ഇവര് ഇടുന്ന കണ്ടന്റേ. ഇപ്പൊ ഇത് ഈ ഒരു സാധനം ഇട്ടില്ലെങ്കിലാണ് അത്ഭുതപ്പെടേണ്ടത്, അതിശയിക്കേണ്ടത്, അതിനൊരു ഇത്. പക്ഷെ ഇവര് ഇത് ഇടും, അവർക്ക് അത്രയേ ഉള്ളൂ അവരുടെ എമ്പതിയും അവരെ ഒരു എത്തിക്സ്. എമ്പതിയേക്കാൾ കൂടുതൽ എത്തിക്സ്. പിന്നെ പ്രത്യേകിച്ച് കൂട്ടുകാരനാണെന്നും പറയുന്നു, അടുത്ത സുഹൃത്താണെന്നും പറയുന്നു.
അപ്പോഴേ ഇനി സുഹൃത്ത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല നമ്മൾ എങ്ങനെയാണ് സുഹൃത്തിന്റെ അവരെ റാപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. ഈ ഡൈനാമിക്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഹൃത്തിന് വന്നിട്ട് അവർ കണ്ടന്റ് ആക്കുമ്പോ ആ സുഹൃത്ത് പിന്നീട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്, ആ ഒരു ഡൈനാമിക്സ് എങ്ങനെയാണ് ഈ സുഹൃത്തിന്റെ എനിക്കറിയില്ല. ഇനി ഈ തിരുവനന്തപുരത്ത് വേറൊരു ഡൈനാമിക്സ്, ഇനി നോർത്തിലോട്ട് വേറൊരു ഡൈനാമിക്സ് ആണെന്ന് അറിയില്ല. അല്ല അങ്ങനെ ആയിരിക്കില്ല എനിക്ക് തോന്നുന്നത്. അല്ലാതെ പിന്നെ ഇതെന്തോന്ന് ഈ ഒരു കൂട്ടുകാരന്റെ ഒരു അടുത്ത കൂട്ടുകാരനാണെന്ന് പറയുന്നു. അല്ല ഇത് ഈ സുഹൃത്തെന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് മറ്റേ ഈ റീൽസ് അല്ല ഐ മീൻ സോഷ്യൽ മീഡിയയിലുള്ള ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള സുഹൃത്തുക്കളായിരിക്കും. നമ്മളതിലില്ലല്ലോ, അപ്പം അതുകൊണ്ട് അറിയില്ല. അതുകൊണ്ടാണ് നിനക്ക് അവശം. അല്ല അങ്ങനത്തെ ഒരു സുഹൃത്തുക്കളായിരിക്കും ഉദ്ദേശിച്ചത്, അല്ലാതെ മറ്റേ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഇടി പറ്റൂലേ. എന്നാലും ഒരു സുഹൃത്തല്ലേ, സുഹൃത്തെന്നല്ലേ പറയുന്നത്. നമ്മള് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സുഹൃത്തെന്നാണ് പറയുന്നത്. അപ്പോൾ സുഹൃത്തിന്റെ ഒരു പേഴ്സണൽ കാര്യം, പ്രത്യേകിച്ച് മാരിറ്റൽ ആയിട്ടുള്ള ഒരു കാര്യം, കല്യാണവും നമ്മുടെ റിലേഷൻഷിപ്പുള്ള കാര്യം, അതൊക്കെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം പുള്ളി വീഡിയോ ഇടാറില്ല. അതൊരു തേർഡ് പേഴ്സൺ അതിനെ കുറിച്ച് ഒരു ജഡ്ജ് പോലെ ഇരുന്ന് സംസാരിക്കുന്നു. ഈ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം വേറൊരാള്, ഒരു തേർഡ് പേഴ്സൺ, അതിപ്പം റോങ്ങോ റൈറ്റോ എന്തോ ആവട്ടെ, പക്ഷെ അതിനൊരു ഇത് പറയാണ്. അതിനൊരു ലൈൻ ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. അത് പ്രത്യേകിച്ച് ശ്രീകട്ടേജിന് മാത്രമല്ല, ബാക്കിയുള്ള റിയാക്ഷൻ ചാനൽ എല്ലാവരും അവർ മൊത്തത്തിൽ അവർ ഇടയാണ്. അതിൽ അവർ പറയുന്നത് എന്തായാലും ചിലപ്പോൾ നല്ലതായിരിക്കും പറയുന്നത്, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ഇത് ഈ വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഒരു എത്തിക്സ് ഇല്ല, ഒരു എത്തിക്സും ഇല്ല. അത് ഹീലാവാൻ ആ അനുഭവിച്ച ആൾക്കാർക്ക്, അവരെ വീട്ടുകാർക്ക് അതൊക്കെ ഹീലാവാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും ഈ യൂട്യൂബ് ഇല്ലെങ്കിലും. അപ്പോഴീ കേരളം മൊത്തം അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുകയാണ് ഈ ഒരു ഇഷ്യൂവിന്. സാധാരണ പണ്ടൊക്കെ ആണെന്നെങ്കിൽ ഇതൊരു ആ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ കുറച്ച് ആ ഒരു സർക്കിളിൽ മാത്രമേ അറിയത്തുള്ളൂ. ഇതിപ്പോ എല്ലാരും എടുത്ത് റിയാക്ട് ചെയ്യുമ്പം അവരുടെ ആ ഒരു എന്താണ് ഇത്രയും വ്യൂവേഴ്സ് കൂടെയാണ്, അത്രയും ആൾക്കാർ അറിയാണ്, അവർക്ക് പിന്നീട് അത് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഒരു 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ് അഖിൽ NRD. പുള്ളിക്ക് അത്രയും ബുദ്ധിമുട്ട്. പിന്നെ സിനിമ നടനാണ് ഇപ്പം, അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതുണ്ട്. അതുകൊണ്ടൊക്കെ ആണെന്ന് തോന്നണം എല്ലാരും ഇതെടുത്തിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നത്. ഒരു പബ്ലിസിറ്റി കിട്ടുക, അവർക്കൊരു റീച്ച് അല്ലേ. അതെ അല്ല ഇവർക്കൊരു ഹോട്ട് ടോപ്പിക് ആണ്. പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ചൂടപ്പം പോലെ പെട്ടെന്ന് വിൽക്കുക, ഉള്ള കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് ഇൻഫർമേഷൻ ചിലപ്പം ഉള്ള എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ഇതുവരെ അറിഞ്ഞു കാണും. CCTV എടുത്തിടുക അങ്ങനത്തെയൊക്കെ. അതായത് എസ്പെഷ്യലി മറ്റേ പുള്ളിയുടെ വീഡിയോയിൽ ഇങ്ങനെ ഇപ്പൊ ഫോഴ്സ്ഡ് ആയി പോയി വീഡിയോ ഇടാനെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഈ 3-4 വീഡിയോസിന്റെ പഴയ വീഡിയോസിന്റെ സാധനങ്ങൾ ഇട്ട് ഈ CCTV ഫുട്ടേജ് 2-3 പ്രാവശ്യം ഇടുക. അപ്പൊ അതൊക്കെ ശരിയാണോ? അതിപ്പോ എത്ര ഫോഴ്സ്ഡ് ആണെന്ന് പറഞ്ഞാലും ഫോഴ്സ്ഡ് ഒന്നും അത് ന്യായീകരണമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ വല്ല ബ്യൂറോക്രാറ്റോ അല്ലെങ്കിൽ വല്ല ഒരു സർക്കാർ ജോലിക്കാരനോ ഒക്കെ ആണെങ്കിൽ സമ്മതിച്ച് മേളിൽ നിന്നുള്ള ഓർഡർ ആണ്, ചെയ്താലേ പറ്റൂ, പോലീസാണ് അറസ്റ്റ് ചെയ്താലേ പറ്റൂ എന്നൊക്കെ പറയുന്ന പോലെയാണ്. സെക്രട്ടേറിയറ്റ് ആണ് വീഡിയോ ഇട്ടാലേ പറ്റൂ എന്നുള്ളൊരു അത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതിട്ടാലേ പറ്റുള്ളൂ, ഇട്ടില്ലെങ്കിൽ അതൊരു ഒരു തെറ്റാണ്, അവർക്ക് കണ്ടന്റിന് ഒരു തെറ്റാണ്. അങ്ങനത്തെ രീതിയിലാണ് പ്രസന്റ് ചെയ്യണത് തന്നെ. പിന്നെ ബാക്കിയുള്ള എല്ലാം പിന്നെ ഈ അരി എന്ന് പറഞ്ഞത് അത്രയും നോർമലൈസ് ചെയ്താണ് വന്നിരിക്കുകയാണ്. പക്ഷെ ഈ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം അത് കാര്യം ഇവരൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ അല്ല, ഇവര് പബ്ലിക്കലി അവരുടെ പേഴ്സണൽ ലൈഫിന്റെ സാധനങ്ങളൊന്നും അങ്ങനെ ഇട്ടിട്ടും ഇല്ല. അങ്ങനത്തെ ഒരു ആളാണ് ഈ മറ്റേ പുള്ളി. അപ്പം ഇത് പിന്നെ എടുത്തു വെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയിട്ടല്ലേ വെച്ചേക്കുന്നത്. അപ്പോഴത് ചർച്ച ചെയ്ത് അത് ചർച്ച ചെയ്ത് ഈ കൂട്ടുകാരെന്ന് പറഞ്ഞതിലാണ് എനിക്കൊരു ഒരു എന്തോ പറയേണ്ട ഒരു വിരോധാഭാസം. അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കൂട്ടുകാര് ഇപ്പം ഒരു കൂട്ടുകാരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമ്പോഴേ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അത്രയും ഡെമോക്രസി, അത്രയും ജനാധിപത്യ ബോധമൊക്കെ ഉണ്ട്, നമ്മൾ തമ്മിൽ വിമർശിക്കും, നമ്മളെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അടുത്ത ദിവസവും നമുക്ക് ഒരു ഫ്രീ ആയിട്ട് കൂട്ടുകാരെ പോലെ മറ്റേ രാഷ്ട്രീയക്കാരെ പോലെ ചായ കുടിക്കുക, അങ്ങനെ ഒരു ബന്ധം, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എത്തണം. പക്ഷെ ഇത് അങ്ങനെ അല്ലല്ലോ, നമ്മൾ സാധാരണ ആയിട്ട് രാഷ്ട്രീയക്കാരൊന്നും അല്ലല്ലോ, സാധാരണ ആൾക്കാരല്ലേ. അപ്പോൾ അതിൽ ഇനി അവരുമായിട്ട് പെർമിഷൻ എടുത്തിട്ടാണോ ഇത് ചെയ്തത് അതും അറിയില്ല.
പിന്നെ പെർമിഷൻ എടുത്തിട്ടാണോ ചെയ്തത്, പിന്നെ ഈ CCTV ഫുട്ടേജ് എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്ന് കിട്ടി, അത് അത്രയും ഹോൾഡ് ഇവർ ഈ റിയാക്ഷൻകാർക്കുണ്ടോ, എവിടെന്നാ ഈ സോഴ്സ്? അല്ലെ പോലീസുകാർക്ക് ഈ ഫുട്ടേജ് കിട്ടിയെന്നും പറഞ്ഞ് പോലീസുകാർ ഇത് പുറത്തു വിടുവോ? ഇല്ല, പോലീസുകാർ പുറത്തു വിടുവോ? അത് ആ ഒരു ഫുട്ടേജിന്റെ കാര്യം എങ്ങനെ കിട്ടി? ഇത് എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ എന്തോ ഏതോ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ വന്ന സംഭവമാണ്. അതിനുശേഷം കണ്ടാണ് ഇത് അറിഞ്ഞത്. എനിക്കറിയില്ല ഇത് അവർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ള വെച്ച് പേഴ്സണലി എങ്ങനെ അയച്ചു കൊടുക്കുവോ? ഇല്ലല്ലോ. അതാ എങ്ങനെ കിട്ടി? അല്ലെങ്കിൽ ഈ ഒരു ഫുട്ടേജ് ഉപയോഗിക്കാൻ വേണ്ടി ആ പെർമിഷൻ എടുത്തോ? പെർമിഷൻ എടുത്തോ ഈ ഫുട്ടേജ് ഉപയോഗിക്കാൻ? എന്ന് വെച്ചാൽ അവർക്കല്ല, ഇപ്പം വേറെ ആ സുഹൃത്തിന്റെ അടുത്ത് തന്നെ പെർമിഷൻ എടുത്തോ, അല്ലെങ്കിൽ നീ ഉപയോഗിച്ചോളാൻ പറഞ്ഞോ? അത് റിയാക്ഷൻ ചാനലുകാർ അങ്ങനെ പെർമിഷൻ എടുത്ത് യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കിട്ടുന്ന ഫുട്ടേജ് ചിലപ്പോ ഇത് പബ്ലിക് ഡൊമൈനിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാറില്ലാതെ പബ്ലിക് ഡൊമൈനിൽ നിന്ന് അവർക്ക് അല്ല, ഇവരിപ്പോ റിയാക്ഷൻ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന കണക്ക് ഒരു കമ്മ്യൂണിറ്റി പോലെ കാണുമായിരിക്കും ഈ സോഴ്സുകൾ കൊടുക്കുന്ന ആൾക്കാർ. വേറെയാണ് അത്, വേറെ ഒരു ഇഷ്യൂ നടന്ന ഉടനെ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നു എന്ന് പറഞ്ഞിട്ട് അതിന് കൊടുക്കാനായിട്ട് ആൾക്കാരെ കാണുമായിരിക്കും. അല്ല, ഒരു ഇതാണോടാ ഇവർക്ക്. അവര് വേറൊരു ഇപ്പം പേഴ്സണലി ഇപ്പൊ എന്റെ ഒരു സാധനമാണ്, എന്റെ ഒരു വീഡിയോ ആണ്, ഞാനായിട്ട് അയച്ചു കൊടുക്കണമെന്നില്ലല്ലോ. ഇപ്പം ആ ഒരു സംഭവം എവിടെയെങ്കിലും ലീക്കായി ഒരു പബ്ലിക് ഡൊമൈനിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ അവിടെ നിന്ന് എടുത്താണെങ്കിൽ. എന്നാലും ഈ ഒരു ഫുട്ടേജ് ഉപയോഗിച്ചോട്ടാ എന്ന് ചോദിക്കും സുഹൃത്തുക്കളെന്ന് ആദ്യം പറഞ്ഞുകൊണ്ട്. സുഹൃത്തുക്കളാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ വീഡിയോ ഒക്കെ എടുത്തോട്ടാന്നല്ലേ ആദ്യം ചോദിക്കും. വീഡിയോ ചെയ്തോട്ടാന്നല്ലേ ആദ്യം ചോദിക്കും. അത് വീഡിയോ ചെയ്തോട്ടാന്ന് ആദ്യം ചോദിക്കും. പിന്നെ ഈ ഒരു എക്സ്ക്ലൂസീവ് ഫുട്ടേജ് ഇല്ലേ, അത് ഉപയോഗിക്കാൻ ചോദിക്കൂലേ? അതെനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഇപ്പൊ എക്സ്ക്ലൂസിവിറ്റി പുള്ളിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഡൊമൈനിൽ നിന്നാണ് കിട്ടിയെങ്കിൽ അത് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവ ഉപയോഗിക്കൂലേ. ഇപ്പൊ മറ്റേ പുള്ളി കൊടുത്ത സാധനമാണെങ്കിൽ ഓക്കെ നമ്മൾ ചോദിക്കാം. അല്ലാതെ ആണെങ്കിൽ പബ്ലിക് ഡൊമൈനിലായാലും ഇവര് വൈഫൈ ആയിട്ടുള്ള ഒരാളല്ലേ, അത് ഉപയോഗിക്കാന്ന് ചോദിക്കാൻ പറ്റൂലേ? ചോദിക്കേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ? അതാ പെർമിഷൻ കൊടുത്തോ? അതെനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പെർമിഷൻ കൊടുത്തോന്ന് വെച്ചാൽ ചിലപ്പോ ആ പുള്ളി വീഡിയോ വല്ല ചെയ്തോട്ടാന്ന് ചോദിക്കുമ്പോ തന്നെ എന്തിനാ ചെയ്യുന്നതായിരിക്കും പറയാം. ആ ഒരു അവസ്ഥയില് വീഡിയോയുടെ പെർമിഷന്റെ കാര്യമൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്ത് പറയാനാ? പെർമിഷൻ ചോദിക്കുമെന്ന് എനിക്ക് സംശയം. അത് സത്യം, പെർമിഷൻ ചോദിക്കാൻ തന്നെ ഒരു ഇച്ചിരി എളുപ്പമാണ്, ഇച്ചിരി പാടാണ്. എന്നാലും അത് ഇങ്ങനെ സുഹൃത്തുക്കളാണ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു സംശയം. കാരണം ഇത്രയും വലിയൊരു സാധനവും ഇത്രയും പേഴ്സണൽ കാര്യം, വെരി പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വ്ളോഗിൽ പറയുന്ന പേഴ്സണൽ, പ്രൈവറ്റ് എന്നാണ് അതിന് പറയാനുള്ളത്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അത് വീഡിയോ ഇടാനൊക്കെ ചോദിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കണ വീഡിയോസ് എക്സ്പ്ലനേഷനും വന്നിട്ടല്ലേ ആൾക്കാർ റിയാക്ട് ചെയ്യണത്. സാധാ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവര് അമ്മൂമ്മയായിട്ട് അടി, ഫാമിലി ഇഷ്യൂ, അവരെ കുടുംബത്തിനകത്തുള്ളത് അവര് പരസ്പരം വീഡിയോയിൽ എക്സ്പ്ലനേഷൻ, ക്ലാരിഫിക്കേഷൻ അങ്ങനെ പറഞ്ഞിടുമ്പോഴല്ലേ അവര് ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്യണത്, കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് അങ്ങനെ ഒന്നുമില്ലല്ലോ. ഇതങ്ങനെ ഒന്നുമില്ല. ഇത് ഈ ഒരു ന്യൂസ് എങ്ങനെയാണ് സ്പ്രെഡ് ആയത്? അത് എങ്ങനെയോ സ്പ്രെഡായി, എനിക്കറിയില്ല എങ്ങനെയോ സ്പ്രെഡായത്, ആരാണിത് പുറത്തു വിട്ടത്. അങ്ങനെ സ്പ്രെഡായി ഇങ്ങനെ ഒരു റൂമർ പോലെ ആദ്യം ഇങ്ങനെ വന്ന് FBയിലൊക്കെ ഇങ്ങനെ വന്ന്, അതിനുശേഷം പിന്നെ അത് റൂമർ ആയിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇങ്ങനെ ഗോസിപ്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതിനുശേഷം ഇതൊരു ക്ലാരിറ്റി പോലെ ഒരാൾ വന്ന് പറയുന്നത്, കൺഫേം ചെയ്യാണ്, ഒരാൾ വന്ന് കാറിന്റെ അകത്ത് ഇരുന്ന് കൺഫേം ചെയ്യാണ് ഇതങ്ങനെ. അപ്പോഴാണ് ഇത് കുറച്ചുകൂടെ ആൾക്കാർക്ക് വിശ്വാസമാണ്. അതിനു മുന്നേ ഇതൊരു മറ്റേ റൂമർ പോലെ ആയിരിക്കും എന്നുള്ള സംഭവത്തിൽ തന്നെയാണ് എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇതിപ്പോ പുള്ളിയും കൂടെ വന്ന് ക്ലാരിറ്റി ആയി, പിന്നെ അതിനുള്ള തെളിവുകളൊക്കെ കാണിക്കുന്ന രീതിയിൽ ഓരോരോ സാധനങ്ങൾ കാണിച്ച് പിന്നെ ബാക്കിയുള്ളവരെല്ലാരും അത് ഏറ്റെടുത്തു. ഒരുപാട് ചാനലുകളിൽ ഇതിനെ പറ്റിയിട്ട് ചർച്ചകൾ വരുന്നു. എനിക്ക് തോന്നുന്നു റീൽസും എടുത്തെന്ന് തോന്നുന്നു. ന്യൂസ് 18 അതൊക്കെ ഇത്ര വലിയൊരു ന്യൂസ് ആണോ? അല്ലേ? ന്യൂസ് വാല്യൂ ഉള്ള സാധനമാണോ? ഇപ്പൊ ആ പുള്ളിക്കാരന് ന്യൂസ് വാല്യൂ ഉണ്ടായിരിക്കും, പക്ഷെ പുള്ളിക്കാരുടെ പേഴ്സണൽ ലൈഫിൽ ഈ സംഭവമൊക്കെ ഒരു ന്യൂസ് വാല്യൂ ഉള്ള സാധനമാണ്. ഇപ്പൊ ഏതെങ്കിലും സിനിമ നടന്റെ ആണ്, ഇപ്പൊ ഭാര്യ പിണങ്ങി പോയി എന്നുള്ളൊരു ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഇടൂ? വളരെ കുറവാണ്. ചാൻസ് വളരെ കുറവല്ലേ? ഇതിപ്പോ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് മാത്രം
എടുത്തിട്ട് അലക്കുന്നത് പോലെ അല്ലേ? യൂട്യൂബർ എന്താ പബ്ലിക് പ്രോപ്പർട്ടി ആണോ എല്ലാവർക്കും എടുത്തിട്ട് അലക്കാൻ? അല്ലേ, ഒരു ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത അല്ലേ അങ്ങ് ഈ ഒരു കാര്യത്തിൽ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭയങ്കര ഒരു തെറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, പബ്ലിക്കിൽ എന്തെങ്കിലും തെറ്റോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒന്നും ഇല്ലാതെ ഇവരെ പ്രൈവറ്റിൽ ഉള്ള ഒരു സംഭവം. 24 ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങേരുടെ ന്യൂസ് 18. ന്യൂസ് 18. ഓ സോറി, ന്യൂസ് 18 ജിയോടെ അല്ലേ? ഓ, റിലയൻസിന്റെ ന്യൂസ് വന്നല്ലോ അല്ലേ? ഉറപ്പല്ലേ? കണ്ട് ഞാൻ കണ്ട്. അല്ല, അതിപ്പോ ഇൻസ്റ്റഗ്രാമിനെ എനിക്ക് കുറ്റം പറയണം. ഞാൻ ഇന്ന് രാവിലെ തുറന്നു നോക്കിയപ്പോ അതിന്റെ റീലാണ് എനിക്ക് ഫസ്റ്റ് വന്നത്. അത് അവര് എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാ. എനിക്ക് തോന്നുന്നു ആ ഒരു അല്ല പുഷ് ചെയ്യുന്നത് അൽഗോരിതം ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ചെയ്യണല്ല, നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം ഇതാണ് കാണുന്നത്. അപ്പൊ നിനക്ക് അങ്ങ് തന്നതായിരിക്കും. നമ്മള് അൽഗോരിതം പണ്ടത്തെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ പഴയ വീഡിയോസ്, അതും ക്രൂര തന്നെ കേട്ടാ. അതിന്റെ കമന്റ്സിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത് ഇത് കറക്റ്റ് ടൈമിൽ തന്നെ ഇത് നമുക്ക് സജഷൻ വന്നല്ലോ എന്നൊക്കെ. അതെന്ന് വെച്ചാല് ഇപ്പൊ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം സെർച്ച് ചെയ്യണത് ഇൻസ്റ്റാഗ്രാമിൽ അല്ല, പുള്ളിയുടെ പേരോ മറ്റേ പെൺകുട്ടിയുടെ പേരോ ഒക്കെ ആയിരിക്കും സെർച്ച് ചെയ്യുന്നത്. എന്നിട്ട് കൂടുതൽ ആ ഏതെങ്കിലും റീസെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെ ആയിരിക്കും അവര് കൂടുതൽ നോക്കണം, ഇതാരാണ് എന്താണ്. എന്നിട്ട് അതിൽ കമന്റ് ഉണ്ടോ എന്നുള്ളത് നോക്കും. എന്തൊക്കെ പുതിയ കമന്റുകൾ എന്തെങ്കിലും ചർച്ച അതിൽ നടക്കുന്നുണ്ടോ. വിനിച്ചേട്ടന്റെ ഓപ്പറാൻഡി ഇങ്ങനെയാണ്. ഇങ്ങനെയല്ലേ, നമ്മളിതിന്റെ അൽഗോരിതത്തിനെ കുറിച്ചൊക്കെ പഠിക്കണമല്ലോ, ഇതിലാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കും ആ ഒരു സംഭവമാണ്. അതില്ലെങ്കിൽ നമ്മൾ റെഡിറ്റിൽ തന്നെ നോക്കിയാൽ റെഡിറ്റിൽ മോസ്റ്റ് പോപ്പുലർ എന്നും പറഞ്ഞിട്ട് ഏതാണ് റീസെന്റ് ആയിട്ട് നടക്കാൻ പോണ ടോപ്പിക് എന്നുള്ളത് കാണാം. അതിൽ പുള്ളിയുടെ പേരുണ്ട്. അത് റീജിയണൽ രീതിയിൽ ആ പുള്ളിയുടെ പേരുണ്ട്. അപ്പോ നമ്മള് ആൾക്കാര് സെർച്ച് ചെയ്യുന്നതും ആ ഒരു ആൾക്കാരുടെ ക്യൂരിയോസിറ്റി, ആൾക്കാർ ഇങ്ങനെയാണ് എന്നുള്ളതും കൂടെ. പണ്ട് ഈ റേപ്പ് കേസസ് ഒക്കെ വരുന്ന സമയത്ത് പണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമായിരുന്നു ആൾക്കാർ, അതിന്റെ വീഡിയോ ഉണ്ടാകും പറഞ്ഞിട്ട്. അത് പോപ്പുലർ സെർച്ച് എന്ന് പറഞ്ഞ് വരുമായിരുന്നു. അത് ആൾക്കാരുടെ പ്രശ്നമാണ്, ഗൂഗിളിന്റെയും ഇതിന്റെയും പ്ലാറ്റ്ഫോമിന്റെ പ്രശ്നമല്ല. ആൾക്കാരുടെ തള്ളിക്കേറി വരും. അതങ്ങ് ഒരു പണ്ടത്തെ വീഡിയോസും പണ്ട് ഈ നീലക്കുയിലിന്റെ കുറച്ച് വീഡിയോസ് അങ്ങനത്തെ ഈ തിയേറ്ററിലൊക്കെ പോണതും അങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ വരും. അത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ഇതായിട്ട്. അത് അൽഗോരിതം ഇത്രയും കുറച്ച് കൂടുതലാ അൽഗോരിതത്തിന്റെ ഇതേ. ഇൻസ്റ്റഗ്രാം അൽഗോരിതം ഈസ് ടോക്സിക്കും വേറെ നമ്മളെ മൈൻഡ് സെറ്റ് നമ്മുടെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കാറ്റർ ചെയ്യുന്ന ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു. അതിന് നമ്മള് ഇത് ചെയ്താൽ മതി, നമ്മള് ഇൻട്രസ്റ്റ് കൊടുത്താൽ അല്ല, നമ്മള് അതിനെ ട്രെയിൻ ചെയ്താൽ മതി. നമ്മൾ ഈ നാട്ടുകാരനല്ലേ എന്നുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യാം. അപ്പൊ അത് വരില്ല, കേരളത്തിലുള്ള സാധനം വരില്ല. അതാണ് സംഭവം. പറഞ്ഞു വന്ന എത്തിക്സ് അവിടെ നിന്ന് തെന്നി മാറിയാണ് ഇങ്ങോട്ട്. എത്തിക്സ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്ത് ഇടണം എന്ത് ഇടണ്ട എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. എന്നിട്ട് ആ ചോയ്സ് ഫോഴ്സ്ഡ് ആണ് എന്ന് പറയുന്നത് ശരിയല്ല. അത് അല്ലെങ്കിൽ നമ്മൾ മറ്റേ ന്യൂസ് ചാനലില് യൂട്യൂബോ എന്തെങ്കിലും ഭയങ്കര കോപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണ ആളാ. ഈ മഞ്ഞ സാധനങ്ങളെല്ലാം നമ്മളല്ലേ ഇരിക്കും, നമ്മളെ ബോസ് നമ്മളല്ലാതെ യൂട്യൂബ് ചാനലിൽ വർക്ക് ചെയ്യണം. നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിൾ ബാക്കിയുള്ളൊരു മേളിൽ നിന്ന് പറഞ്ഞിട്ടാണ് പ്രഷറൈസ് ചെയ്തിട്ടാണ് ഇടുന്നതെങ്കിൽ ഓക്കെ സമ്മതിച്ചു. പക്ഷെ ഇതിപ്പോ ഒരു പേഴ്സണൽ ചാനൽ, മിക്ക ഇങ്ങനത്തെ റിയാക്ഷൻ ചാനലുകളും പേഴ്സണൽ ചാനലാണ്. അപ്പൊ അത് അവര് തന്നെയാണ് അവര് ഓണേഴ്സ്. അപ്പോഴവർക്ക് ചിന്തിക്കാനുള്ള ഒരു ഇതുണ്ട്, വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യണ്ട. അത് ഇപ്പം സുഹൃത്തുക്കളല്ലായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്താലും പോട്ടെ എന്ന് വെക്കുക, അത് അവരുടെ ഇത് എന്തോ ആയിക്കൊണ്ട് വെക്കുക. പക്ഷെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് പറയില്ല. അത് എന്താ പറയണ്ടേ, നമുക്ക് കിട്ടണ ഒരു മെസ്സേജും വേറെയാ. എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളുടെ ഈ ഒരു പ്രൈവറ്റ് കാര്യം പബ്ലിക്കലി വിളിച്ച് പറയണതേ, ഇതാണോ സുഹൃത്ത്, ഇതാണോ സുഹൃത്ത്, ഇതാണോ അവരുടെ ഡൈനാമിക്സ്, ഇങ്ങനെയാണോ ഇനി 2026 തൊട്ട് ഇങ്ങനെയാണോ എന്നൊക്കെ ഈ വലിയൊരു അങ്ങനെ വർത്താനം പറയല്ലേ. 2026 തൊട്ട് സുഹൃത്തുക്കളുടെ ടൈം ഇനി വേറെയാണ് അല്ലേ, സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഇത്രയും തരം താഴാൻ പറ്റുമോ? ഇത്രയും പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ പറയാൻ, എന്നിട്ട് ആദ്യ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാനൊക്കെ ന്യായമായിട്ട് പറയുന്ന ഫോഴ്സ്ഡ് എന്നാണ്. അത് ഭയങ്കര ഒരു വല്ലാത്തൊരു റീസണിങ് ആയിപ്പോയി. അത് എങ്ങനെ ചിന്തിച്ച് എടുത്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇപ്പം യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഇപ്പം എവറിത്തിങ് ഈസ് കണ്ടന്റ്, അങ്ങനെ ഒരു സാധനം ഉണ്ട്. എന്ത് ടോപ്പിക് കിട്ടിയാലും അത് കണ്ടന്റ് ആക്കുക, റീച്ച് ഉണ്ടാക്കുക. അല്ല, ഇത്
ഫാസ്റ്റ് പേസിൽ കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ മെയിൻ ഒരു ഈ റിയാക്ഷന്റെ ആണ് അവരുടെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്. ഇപ്പൊ അത് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. അപ്പൊ അതിലിപ്പോ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി ഇടുക. ന്യൂസ് ചാനലൊക്കെ എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോകുന്നതാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് ആരാണ് റിയാക്ഷൻ ഇടുന്നത് അതിനാണ് റീച്ച് കിട്ടുന്നത്, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതെ ഉണ്ട്. അത് ന്യൂസ് ചാനലുകൾ ഇപ്പൊ അങ്ങനെയായി. പണ്ട് മറ്റേ ചാനൽ റേറ്റിംഗ് നോക്കുമായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ലൈവ് നമ്മുടെ ഇതൊക്കെ ഇല്ലേ, ഇലക്ഷന്റെ സാധനമൊക്കെ യൂട്യൂബ് വന്നതിന് ശേഷം മാറി. അപ്പൊ അത് എല്ലാരും അങ്ങനെയാ. ഇപ്പൊ ഒരു എത്രയും കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. അല്ല, കണ്ടന്റ് ക്വാളിറ്റി ഒന്നും അല്ലെന്നോ ഇതിൽ. അങ്ങനെ എന്ത് സാധനമാണ് ചെയ്യാനുള്ള ഫാസ്റ്റ് ആയിട്ട് എന്താണ് ആൾക്കാർക്ക് വേണ്ടത് അങ്ങനെ കാറ്റർ ചെയ്യുക. പക്ഷെ ഇതില് ഒരു എല്ലാരും ഒരുപാട് പേര് ഇത് തന്നെ ഇടുന്ന. പക്ഷെ ഇത് ഒരു ആൾക്കാരെ അഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു എന്ന് വെച്ചാൽ ഈ ഒളിച്ചോട്ടം എന്ന് പറയണ തന്നെ അതൊരു ഭയങ്കര രീതിയിൽ ഇപ്പം നാട്ടുകാർക്കും നമ്മൾ സാധാരണ യാഥാസ്ഥിതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കും അവിടെ ഉള്ളവർക്കും ഗ്രാമപ്രദേശമൊക്കെ ഭയങ്കര ഇത് എന്താ പറയണ്ടേ, ഞാൻ ഈ കല്യാണം കഴിച്ച അത് അങ്ങനെ പോകുന്നതല്ല പറഞ്ഞത്, അല്ലാതെ അല്ലെങ്കിലേ മറ്റേ നാണക്കേട്, വീട്ടുകാർക്ക് നാണക്കേട്, ഒരു നാണക്കേട്, അങ്ങനത്തെ രീതിയിലാണ് പോണ. അതിന്റെ കൂടെ ഇതും ഈ കല്യാണം കഴിച്ചിട്ട് അതെന്ന് പറയുന്നത് വേസ്റ്റ്. ഈ വീട്ടുകാർ അത്രയും ട്രോമയിലായിരിക്കും. ആ വീട്ടുകാർ കടന്നു പോകുന്നത്, രണ്ട് വീട്ടുകാരും കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ട്രോമയായിരിക്കും. പിന്നെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാള് ഇപ്പൊ ഈ റിയാക്ഷൻ ചെയ്തില്ലെങ്കിലും അതിന് പോപ്പുലാരിറ്റി ഉണ്ട്. റിയാക്ഷൻ ചെയ്തില്ലെങ്കിലും പോപ്പുലാരിറ്റി ഉണ്ട്. അവര് അത് ഇത്രയും എല്ലാവരും അറിയും, കേരളം മുഴുവൻ അറിയും, ഇത്രയും ഫേമസ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ റിയാക്ഷനും കൂടെ ഒരാള് ഓർഗാനിക് അല്ലാത്ത ഒരാള് ഫോഴ്സ്ഡ് ആണെന്നും പറഞ്ഞൊരു വീഡിയോ ഇടുന്നു, ഇത് ചർച്ചാ വിഷയം എടുക്കുന്നു, ഇത് ഇവരെ CCTV ഫുട്ടേജും പിന്നെ ഇവരെ ഫോട്ടോയും റീലും ഒക്കെ വെച്ചിട്ട് ഇവര് റിയാക്ട് ചെയ്യുന്നു, ഇവർ ചർച്ച ചെയ്യുന്നു. അത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളുടെ ഇമോഷൻ ഒന്നും ചിന്തിക്കാതെയും ഒരു എമ്പതി ഇല്ലാതെയല്ലേ ചെയ്യുന്നത്. ഇതൊരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ അങ്ങ് ഇടുകയാണ്. അതില് ഒരു എന്താ പറയണ്ടേ, എത്തിക്സ് സീറോ ആയി. അതല്ല, അപ്പോഴത്തന്നെ എത്തിക്സ് പിന്നെ കഥകളും ഉണ്ടാക്കും. ഇപ്പം മറ്റേ ആളുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ഈ ആളുടെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോ എന്തായാലും ഉണ്ടാവും. അതിപ്പം നമ്മള് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന സമയത്തും അങ്ങനെയൊക്കെ ഇതൊക്കെ ഉള്ളത് തന്നെയല്ലോ. ഈ വേറെ കഥകൾ ഉണ്ടാക്കുക, ഓരോരുത്തരുടെ ഭാവനാശേഷിക്ക് അനുസരിച്ചുള്ള കഥകൾ ഉണ്ടാക്കുക എന്നുള്ളതൊരു പണ്ടോട്ടേ ഉള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇതിൽ വന്നപ്പം എനിക്ക് തോന്നുന്നില്ല ഈ റിയാക്ഷൻ ചെയ്തവരൊന്നും ഇങ്ങനെ കഥകൾ ഉണ്ടാക്കി അധികം അങ്ങനെ ഇട്ടിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇതിന് കണ്ടന്റ് ആക്കി പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്തു. അതാണ് മോണിറ്റൈസേഷൻ അത് ചെയ്തത്. അതിപ്പോ ആൾക്കാർ പറയുന്നുണ്ട് ഇത് പോപ്പുലർ ആയിട്ടുള്ള, ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ ഇതെന്തായാലും ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ്, എന്തായാലും ആൾക്കാർ ചർച്ച ചെയ്യും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇടാതിരിക്കായിരുന്നു. അതിലാണ് നമ്മുടെ ഒരു വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ യു ആർ എന്നുള്ളത് നമ്മൾ റിവീൽ ചെയ്യുന്നത്. ഫോഴ്സ്ഡ് ആകുമ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ള കഴിവുള്ള മനുഷ്യരാണല്ലോ. അപ്പോഴ് ഇതില്ലെങ്കിലും വേറെ പ്രശ്നമൊന്നും വരൂല, താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് ചെയ്തപ്പോഴേ അവര് ക്രെഡിബിലിറ്റിയും മൊത്തത്തിൽ എനിക്കറിയില്ല അവർക്ക്. പിന്നെ ബാക്കി ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റും ഇതേപോലത്തെ ഒക്കെ കണ്ടന്റ് തന്നെയാണ്. പക്ഷെ ഇത് ഈ ഒരു ഫാമിലിയും ഈ ഒരു റിലേഷൻഷിപ്പും ആ ഒരു ഇവരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കണ്ടന്റ് ആക്കിയത്. ഇപ്പൊ റോങ്ങും റൈറ്റും കാര്യങ്ങളൊക്കെ അവരുടെ ഇതിലുള്ള റോങ്ങും റൈറ്റുമാ. പിന്നെ ഇത്രയും ഈ ഒരു കോടതിയുണ്ട്, പോലീസുണ്ട്, അവരുടെ രീതിയിലുള്ള പിന്നെ വീട്ടുകാരുണ്ട്, അവരുടെ രീതിയിൽ അവര് അത് സോൾവ് ചെയ്യും. അതെന്തോ ആവും, അത് അവരെ ശരിയോ തെറ്റോ നമുക്ക് അതിലൊരു റോളും ഇല്ല. ഈ ഒരു പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്പും റോളില്ല, നമുക്കൊന്നും സേ ഇല്ല. ബാക്കിയുള്ള ഒരു തേർഡ് പേഴ്സൺ അതാണ് കണ്ടന്റ് ആക്കുന്നത്. അത് പാവമെന്നേ പറയാൻ പറ്റുള്ളൂ. അവരെ കാര്യം ആലോചിച്ചിട്ട് പാവം തോന്നും. അവർ രണ്ടുപേരുടെയും കാര്യം എന്തായാലും അവർ രണ്ടുപേരെയും കാര്യം ആലോചിച്ചിട്ട് പാവം തന്നെയാണ് അവര്. ഇപ്പം ആൾക്കാർ വിചാരിക്കും അങ്ങനെ പാവം തോന്നേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ, പക്ഷെ ഇതൊത്ര കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും ഫേസ് അറിയാം, രണ്ടുപേരെയും ഫേസ് അറിയാം. പിന്നെ ഈ
സാധാരണ ആൾക്കാരുണ്ടല്ലോ, ആൾക്കാരുടെ ചിന്താഗതിയും അവര് ഓരോ കഥകളും ചെയ്യും. അല്ല പുറത്തിന് കുറച്ചേരം പുറത്തിറങ്ങുമ്പോ ഇതായിരിക്കും എല്ലാരും ചോദിക്കുന്നത്. പിന്നെ കൂടുതൽ ഡാമേജും ഇപ്പൊ മറ്റേ പയ്യനായിരിക്കും കൂടുതൽ ഡാമേജ് എനിക്ക് തോന്നുന്നു. കാര്യം കുറച്ചുകൂടെ പോപ്പുലർ ഫേസ് ആണ് ആൻഡ് ഹി ഹാസ് ടു മീറ്റ് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പൊ അത് പുള്ളിക്ക് ഒരു വല്ലാത്തൊരു ട്രോമ ആയിപ്പോയി. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ പുള്ളിയും തുറന്നു നോക്കുന്ന ഇതാ. അപ്പൊ അതൊക്കെ ഈ ഒരു സംഭവം കാണുമ്പം അഫക്റ്റ് ആവും. പിന്നെ അത് പെട്ടെന്നൊന്നും അത് ഹീലാവാനൊക്കെ ടൈം എടുക്കും. അത് ഈ ഒരു സംഭവം, ഇത്രയും ഒരു സംഭവം. അത് സംഭവം എന്ന് വെച്ചാൽ ഈ പോപ്പുലർ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിന് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ബാക്കിയുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അത് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അത് ഇല്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ആയാലും മറ്റേ ഇങ്ങനത്തെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയാലും അവര് ഭയങ്കര ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും അങ്ങനത്തെ ഇപ്പൊ ഈ വല്ല മീറ്റപ്പോ അങ്ങനത്തെ സംഭവങ്ങളിൽ പോലും നമ്മൾ പോലും നമ്മളില്ല അതില്. അങ്ങനത്തെ മെയിൻ സ്ട്രീമിലേ ഇല്ലാത്ത ഒരു ആൾക്കാരാണ് നമ്മൾ എന്നിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ ഒരു മെയിൻ യൂട്യൂബിന്റെ കേരള യൂട്യൂബിന്റെ ഫേസ് പോലെയൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് തന്നെ ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്ത് അപ്പൊ പുള്ളി എത്രത്തോളം അഫക്റ്റഡ് ആകും. അല്ല അവർക്ക് അത്രയും പുള്ളിക്ക് അറിയാത്തൊരു ചാനലാണ് ഒക്കെ വന്ന് സംസാരിക്കുന്നെങ്കിൽ ഓക്കെ സമ്മതിച്ചു. അത് വേറെ എവനെങ്കിലും ആണ് ഇത് ചെയ്യുന്നതാണ്. ഇതിപ്പോ സുഹൃത്താണ്, കല്യാണത്തിന് പോയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ആള് അത് ഇത്രയും പോപ്പുലർ ആയി, കല്യാണത്തിന് പോയിട്ടില്ലേലും അതെ ഇത്രയും പോപ്പുലർ സബ്സ്ക്രൈബർ ഉള്ള ഒരാളാണ്. എല്ലാ ദിവസവും ഇത്രയും വ്യൂസ് ഉള്ള ഒരാൾക്ക് എന്ന് വെച്ചാൽ കാണാൻ ആൾക്കാരുള്ള ഒരാൾക്ക് ഒരു നമ്മളെ മിക്കൊരു ഞാനും കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കാണാറുണ്ട്. പിന്നെ ഈ ഗോസിപ്പ് ചാനൽ പോലത്തെ ഒരു സംഭവം അല്ലല്ലോ. ചുമ്മാ ഒരു അഭ്യൂഹം ഇങ്ങനെ പടർത്തി വിടുന്ന പോലത്തെ സംഭവം ഒന്നുമില്ല. പുള്ളി മറ്റേ ഇങ്ങനെ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന എന്തൊക്കെയാ പറയായിരുന്നു, കൺഫേം ഒക്കെ ചെയ്ത് റിവീലൊക്കെ ചെയ്യുന്ന വ്യക്തിയല്ലേ. അതെ കൺഫേം ഒക്കെ ചെയ്ത്. പിന്നെ ഒരാളെന്തായാലും സുഹൃത്തായിരിക്കും, സുഹൃത്തിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് ക്ലിയർ ഒക്കെ ചെയ്തിട്ട് പഠിച്ചിട്ടാ ചെയ്യുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത്. കാരണം ഇപ്പൊ നമ്മള് പറയൂലേ, ഇപ്പൊ വീഡിയോ ഇങ്ങനെ ഫോൺ എടുത്ത് വെച്ചിട്ട് ചുമ്മാ പറയുന്നതല്ലല്ലോ. അല്ലല്ല, അങ്ങനെ എല്ലാ മാക്സിമം കളക്ട് ചെയ്ത് കുറെ സാധനങ്ങൾ കളക്ട് ചെയ്ത് കുറെ ആൾക്കാരെ ഇൻഫോർമേഷൻ ഒക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് ഇതൊക്കെ കുറച്ച് റിസർച്ച് ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടാ ചെയ്യുന്നത്. പുള്ളിക്ക് അജണ്ട ഉണ്ടോ അത് ഇല്ല എന്നുള്ളതൊക്കെ കാണുമ്പോ മനസ്സിലാവും. പക്ഷെ കുറച്ച് ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ചെയ്യണം. അല്ലാതെ അറിയാണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു സാധനം കേട്ടു അപ്പോഴേ ചാടി പുറപ്പെടുന്ന ഒരു വ്യക്തി ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം അങ്ങനെ ഒരു ക്യാമറ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളാണ് ക്യാമറ വെച്ചിട്ട് രണ്ട് സൈഡ് ക്യാമറ വെച്ചിട്ട് നമുക്കാണ് നമ്മളെ തോന്നിയ കാര്യങ്ങൾ പറയണം, സ്ക്രിപ്റ്റഡ് അല്ലാത്തത്. അവര് കുറച്ച് കാര്യങ്ങളും ആൾക്കാരെ ഇൻഫർമേഷൻ ഒക്കെ എടുത്ത് അങ്ങനെയാണ് അതിൽ പറയുന്നത്. അങ്ങനെ കൺഫേം ചെയ്തിട്ടാണ് പറയുന്നത് അത്രയും. അപ്പോഴത് അങ്ങനെ ചെയ്യുന്ന ഒരാള്, അങ്ങനെ ചെയ്യുന്ന ആള്, ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ട് ഒരാള്, പിന്നെ കുറച്ചും കൂടെ ഒരു ഫേസ് ആയിട്ടുള്ള ഒരു ആളല്ലേ ആള്. ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്, ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഇപ്പൊ പുള്ളിക്കാരന്റെ വീഡിയോ കണ്ടപ്പോ നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് ചെയ്യുമ്പോ കുറച്ച് എമ്പതിയും കുറച്ച് ഒരു പിന്നെ അതില് കമന്റ്സും ഉണ്ട്. ഇങ്ങനെ കുറെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ ഒരു വേർഡിങ്ങിലാണ് ഇതായത്. കാര്യം ഇത്ര സുഹൃത്താണ്, ഇത്ര അടുത്തറിയാവുന്ന ആളാണ്, അപ്പൊ അങ്ങനെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഉദ്ദേശിച്ചായിരിക്കും പുള്ളി അത് ചിലപ്പോൾ ആദ്യം പറഞ്ഞത്. പക്ഷെ അത് ബാക്ക് ഫയർ ചെയ്തു. പിന്നെ പുള്ളിയെ മെയിൻ സ്ട്രീം ആയതുകൊണ്ടാണ് നമുക്ക് അറിയാന്നുള്ളത്. ഇങ്ങനെ ഇതിൽ വരണതും എപ്പോഴും ഫ്രണ്ടിൽ വരും. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഫ്രണ്ടിൽ വരും, മെയിൻ സ്ട്രീം ആയതുകൊണ്ട്. ബാക്കിയുള്ള ഒരുപാട് വരിക്കങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാരും ഇങ്ങനെ വരിക്കങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ല ഇത് പിന്നെ അത് ചെയ്ത രീതിയും വിമർശനാർഹിതമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ് പുള്ളി പ്രസന്റ് ചെയ്തത്. കാര്യം ഇതിപ്പോ ഒരു ഇങ്ങനെ വൈഫുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി, അങ്ങനെ പ്രശ്നമാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതൊരു ഈ ഒരു എലോപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സാധനങ്ങൾക്ക് അതിന് നേരത്തെ പറഞ്ഞ പോലെ മസാല ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പൊ ആ മസാല പിടിച്ച് തന്നെ ചെയ്യുന്നതാണ് റോങ് ആയത്.
അത് മസാല പിടിച്ച് ചെയ്ത് പിന്നെ CCTV ഫുട്ടേജ് വെച്ചു, അങ്ങനത്തെ ഒരു സംഭവങ്ങളെ. അല്ല, മസാല പിടിച്ച് ചെയ്യുന്നോണ്ടാണല്ലോ ഇങ്ങനത്തെ തെളിവുകളും കൂടെ വയ്ക്കുന്നത്. അതെ അതെ. അല്ലാതെ സാധാരണ ഒരു പേഴ്സണൽ മാറ്റർ ആണ്. അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിരുന്നെങ്കിൽ പോലും നമുക്കിപ്പോൾ അങ്ങനെ ഇതൊരു റോങ് ആണല്ലോ, റോങ് അല്ലാന്ന്, റോങ് ആണെങ്കിലും അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇതിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് പോലെ, അത് ഇതിനൊരു മസാല ഒരു സാധനമുണ്ട്, അപ്പൊ ആ ഒരു മസാല രീതിയിൽ തന്നെ ഡെലിവർ ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്തത്. അതാണ് ആ ഒരു അഫക്റ്റഡ് പേഴ്സൺ ഉണ്ടാവുന്ന ഏറ്റവും വലിയ മുറിവ്. പിന്നെ പ്രൈവസിയിലുള്ള കടന്നുകയറ്റം, അതും കടന്നുകയറ്റം. പിന്നെ പുള്ളി ഒരു പോപ്പുലർ ആയിട്ടുള്ള ഫിഗർ ആണ്, എന്തായാലും ടോക്കൊക്കെ നടക്കും, സമ്മതിച്ച്. പക്ഷെ അത് ഇങ്ങനത്തെ രീതിയിൽ തന്നെ ചെയ്യുന്നത് വളരെ മോശമായി പോയി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് എടുത്തത്, എത്തിക്സ്, എവിടെയാണ് സോഷ്യൽ മീഡിയയുടെ എത്തിക്സ് കിടക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള എന്തായാലും കമന്റിൽ അറിയിക്കുക. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വിയോജിപ്പുണ്ടെങ്കിൽ അത് അറിയിക്കുക. നമ്മൾ ഇനി ഓവറായിട്ട് എത്തിക്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് ആ ഒരു വേർഡ് എത്തിക്സിന്റെ ഒരു ലൈന് എവിടെയാണ് നിർത്താനുള്ളത്? അതൊക്കെ സദ്ഗുണസമ്പന്നന്മാരാവണമെന്നൊന്നും അല്ല പറഞ്ഞില്ല, എടുക്കണ്ടായിരുന്നു, ചെയ്യാതിരിക്കും. ഇപ്പൊ നമ്മളിത് പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ ഭയങ്കര വലിയ സംഭവമാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. വേറൊരാള് കൊള്ളൂല, നമ്മൾക്ക് കിട്ടില്ല മാനമുള്ള, അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ അതത്ര വൃത്തിയല്ല. നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ തന്നെ ഒരു ഫീഡിന് അതത്ര ഇതില്ല, രസമില്ല, കാണാൻ ഒരു എസ്തെറ്റിക്കലി ഭംഗിയില്ല. അതെ അതെ. അപ്പൊ നമ്മൾ ഇതിനെ പറ്റി ഇനി കൂടുതൽ കാട് കയറി പോകുന്നില്ല. അതെ അതെ, രക്തം തിളച്ചിഞ്ഞി മറിയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിനെ കുറിച്ച് കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നമ്മൾ പറഞ്ഞതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ? സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ്, അല്ല സീക്രട്ട് ഏജന്റിന് മാത്രമല്ല ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വരുന്ന വരേക്കും ബൈ.